പ്രിയപ്പെട്ടവരെ, ഒരു വാർത്ത വരുന്നത് വയനാട് ബത്തേരി സ്വദേശി ഇസ്രായേലിൽ മരിച്ച നിലയിൽ കണ്ടെത്തി എന്നുള്ളതാണ്. സുൽത്താൻ ബത്തേരി കോളിയാടി സ്വദേശിയായ ജിനേഷ് പി സുകുമാരനാണ് മരിച്ചത്. 80 വയസ്സുള്ള സ്ത്രീയെ കുത്തിക്കൊലപ്പെടുത്തിയ ശേഷം ഇയാൾ ആത്മഹത്യ ചെയ്തു എന്നാണ് പുറത്തുവരുന്ന വിവരം. ആഷിഖ്, ഇതുവരെ ലഭിച്ച വിവരങ്ങൾ എങ്ങനെയൊക്കെയാണ്? ആഷിഖിലേക്ക് എത്താം. ഇതിപ്പോൾ ഈ ഇസ്രായേലിലാണ് ഒരാൾ മരണപ്പെട്ടു, അതായത് ബത്തേരി സ്വദേശിയാണ്. ഇയാൾ ഒരാളെ കൊന്നതിന് ശേഷം ഈ 80 വയസ്സുള്ള ഒരു സ്ത്രീയെ കുത്തിക്കൊലപ്പെടുത്തിയതിന് ശേഷം ആത്മഹത്യ ചെയ്തു എന്നുള്ളൊരു വിവരമാണ് പുറത്ത് വരുന്നത്. ഇപ്പോൾ ഇയാളുടെ പേര് കോളിയാടി സ്വദേശിയാണ്, ജിനേഷ് എന്നാണ് പേര്, ജിനേഷ് പി സുകുമാരൻ. ഇയാളാണ് മരിച്ചത്. ഇതിപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത്, എന്താണ് ഇപ്പോൾ നാട്ടുകാർക്ക് അറിയാൻ കഴിയുന്ന വിവരം, വീട്ടുകാർക്ക് അറിയാൻ കഴിയുന്ന വിവരം എന്നൊക്കെ ആഷിഖിനോട് ചോദിക്കാം. ആഷിഖ്, എന്താണ് അവിടെ സംഭവിച്ചത്? വീട്ടുകാരെന്താണ് പറയുന്നത്? സേതു, ഇന്നലെയാണ് ഈ സംഭവം. ഇത് ചില ഇസ്രായേലി മാധ്യമങ്ങളാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത്. അതിൽ ഇത്തരത്തിലൊരു ആത്മഹത്യക്ക് ശേഷം കൊലപാതകത്തിന് ശേഷം ഒരു ആത്മഹത്യ എന്ന നിലക്കാണ് ആദ്യഘട്ടത്തിൽ വാർത്ത വന്നത്. പിന്നീടാണ് ഇതൊരു മലയാളിയാണ് എന്ന് സ്ഥിരീകരിക്കുന്നത്. അതിൽ സുൽത്താൻ ബത്തേരി സ്വദേശി, അദ്ദേഹത്തിന്റെ പേര് കോളിയാടി സ്വദേശി ജിനേഷ് പി സുകുമാരൻ എന്നാണ്. അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹം ഇസ്രായേലിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ജോലി ചെയ്തു വരികയായിരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിൽ ആത്മഹത്യ എന്ന നിലയിൽ അദ്ദേഹത്തെ കണ്ടെത്തിയത്. അദ്ദേഹത്തിന്റെ ഈ ജോലി ചെയ്തതിന് സമീപത്തായി മറ്റൊരു റൂമിലാണ് ഈ 80 വയസ്സുകാരിയായ സ്വദേശി, മനസ്സിലാക്കുന്നത് ഇസ്രായേൽ സ്വദേശി എന്നാണ്, അവരെ ഈ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. എന്തായാലും ഇസ്രായേൽ പോലീസ് ഈ വിഷയത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇദ്ദേഹം കഴിഞ്ഞ വർഷമാണ് ഇത്തരത്തിൽ ഇസ്രായേലിലേക്ക് പോയതെന്നാണ് മനസ്സിലാക്കുന്നത്. സുൽത്താൻ ബത്തേരി സ്വദേശിയാണ്. അവിടെ നിന്നാണ് അദ്ദേഹം ഇത്തരത്തിൽ ജോലിക്ക് പോയിട്ടുള്ളത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ ലഭിച്ചു വരുന്നതേ. എന്തായാലും ഇന്നലെ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് ഈ ദേഹം മൊത്തം നിലയിൽ കത്തിയ നിലയിൽ ഈ സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയത്. വലിയ രീതിയിൽ ദുർഗന്ധം വമിച്ചതിനെ തുടർന്നാണ് പോലീസ് അവിടെ പരിശോധന നടത്തിയത്. തുടർന്നാണ് സമീപത്തെ മുറിയിൽ ജിനേഷിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എന്തായാലും ഒരു അസ്വാഭാവിക പോലീസിനുണ്ട്. ഇത്തരത്തിൽ കൊലപാതകത്തിന് ശേഷം തൂങ്ങി മരിച്ച് ആത്മഹത്യ ചെയ്ത് തന്നെയാണ് എന്നാണ് പോലീസും മനസ്സിലാക്കുന്നത്. എന്തായാലും കുടുംബാംഗങ്ങളെല്ലാം വലിയ സങ്കടത്തിലാണ്. ഇത്തരത്തിൽ ജോലിക്ക് പോയ കാര്യം മാത്രമേ അവർക്കറിയില്ല. എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ എന്ന കാര്യമൊന്നും കുടുംബത്തിനും അറിയില്ല. എന്തായാലും അല്പസമയത്തിൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ഓക്കെ. ആഷിഖ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത് വയനാട്ടിൽ നിന്ന്.